എനിക്ക് മിണ്ടാതൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് കയറി. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്നോട് സംസാരിക്കുന്നു വെറുതെ തമാശക്ക്, ഒറ്റയ്ക്കാണെങ്കിൽ. ആ എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഏത് സാഹചര്യവും ഞാൻ എൻജോയ് ചെയ്യും. ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടം, അങ്ങനെ എലോൺ ടൈം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ബീന ചേച്ചി ഭയങ്കര ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് മൗനരാഗം ഭയങ്കരമായിട്ട് മലയാളം ഇൻഡസ്ട്രിയില് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോകുന്ന സീരിയൽസ് ആയിട്ട് പോകുന്നുണ്ട്. എത്ര ഹാപ്പിയാ ചേച്ചി? കാരണം അതിന്റെ ഒരു ഭാഗമാണെന്ന് അതൊരു ഭാഗ്യമല്ലേ. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് 33 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് മെഗാ സീരിയൽസ്, ഒത്തിരി പോയ മെഗാ സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇതിന്റെ ഭാഗമാകാം, അത് ഹിറ്റായിട്ട് തന്നെ എത്രയോ വർഷമായിട്ട് അതിന് വലിയ ഇടിവ് പറ്റാതെ വളരെ കുറവേ നമ്മൾ അങ്ങനെ താഴേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ ഇപ്പോഴും നമ്മൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ബീനെ സംബന്ധിച്ചിട്ട് 1000ന്റെ രണ്ടാമത്തെ സീരിയൽ അത് മിന്നുകെട്ട്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. മിന്നുകെട്ട് ഏത് ചാനലിലായിരുന്നു? സൂര്യ ടിവിയിലാ. മിന്നുകെട്ടിൽ ഞാനും ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും. മോനും ഉണ്ട്, ഞാൻ വേറെ ക്യാരക്ടർ. ഞാനും മോനും, ഞാനും അമ്മയും മോനും തന്നെ. ഞാൻ പ്രസവിച്ചിട്ട് മോനെയും കൊണ്ട് തന്നെ മാനസപുത്രിയും എല്ലാം കുറെ പോയി. 1500 പോകുന്നത് എനിക്ക് തോന്നുന്നത് 1000 മേലേക്ക് കുറെ പോയിട്ടുണ്ട്. സീരിയൽസ് അമല പോയിട്ടുണ്ടാവുമല്ലോ. അമല 500 ജോയ്സ് സാറിന്റെ എല്ലാം. കസ്തൂരിമാൻ 600. ചേച്ചി നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ എത്ര സീരിയൽസ് ആണല്ലോ ഈ ഇത്രയും 1000+ ഇത് എപ്പിസോഡ് പോകുമ്പോഴും 1000 കോസ്റ്റ്യൂം നമുക്ക് വേണം, 1000 സാരികൾ പറയല്ലേ. അത് എനിക്ക് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഐ എം എ ഫാൻ ഓഫ് യുവർ കോസ്റ്റ്യൂംസ്, ഇയറിംഗ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പറ. അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം. കാരണം എനിക്ക് മറ്റുള്ളവരാ, പക്ഷെ എന്നെ ആര് കാണുമ്പോഴും സത്യം പറഞ്ഞ ഇങ്ങനെ പറയുമ്പോ പുതിയ നമ്മുടെ യങ്സ്റ്റേഴ്സ് കുറെ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ആദ്യം പിന്നെ പുറത്ത് കാണുമ്പോഴും പറയും ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ, ഡ്രസ്സിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ എന്റെ ഒരു പ്രശ്നം ഞാൻ ആക്ടിങ് മാത്രമേ നോക്കാറുള്ളൂ. ഒട്ടും ശ്രദ്ധിക്കാത്ത ആളാ. അല്ല, ഞാൻ ഒരാളുടെ പെർഫോമൻസ് നടക്കുമ്പോ അയാളുടെ ഫേസിലേക്ക് ശ്രദ്ധിക്കണം. അതൊരു കലാകാരനായിരുന്നു ഓഫ് കോഴ്സ് അവരത്. പക്ഷെ നമ്മൾ പുറത്തുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കും അല്ലേ. ഓഫ് കോഴ്സ് അവരുടെ ഡ്രസ് നല്ലതാണ്. ഒരു ലേഡി ഒരു ദിവസം പറയണ്ടായിരുന്നു, ഞാൻ എന്തെന്നാ അഭിനയിക്കണമെന്ന് ഒന്നും ശ്രദ്ധിക്കാറില്ല, ഞാൻ നോക്കുന്നത് ആ ഷെയ്ഡ് എന്താണ്, ആ ഡ്രസ് ബീനിട്ടിരിക്കുന്ന ചെരുപ്പ് ഏതാണ്. അങ്ങനെയുണ്ട് ആളുകള്, അങ്ങനെ നോക്കുന്നവരുണ്ട്. അവർക്കത് മതി. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഹെക്ടിക് ആണല്ലോ ചേച്ചി, കാരണം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബ്ലൗസ് ഒക്കെ പിന്നെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് ഞാൻ പണ്ട് തുടങ്ങി അങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ഞാൻ അത്ര പിശുക്കില്ല ആ കാര്യത്തിൽ. ഇപ്പൊ നമുക്ക് വളരെ പണ്ടൊക്കെ എന്തോ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ നമ്മളൊന്നും ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ചാനലിന്റെ മാറ്റങ്ങളാണ്. ഞാൻ പണ്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളിലും ഇങ്ങനെ ഭയങ്കര ആടയാഭരണങ്ങളൊന്നുള്ള കഥാപാത്രം ഞാൻ എന്റെ കഥാപാത്രങ്ങൾ ഞാൻ അവാർഡ്സ് കിട്ടിയ 3 വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 3 സീരിയലും എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. അതിന്റെ അകത്ത് ഒന്നും ആഡംബരങ്ങളില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ മാറി നമ്മുടെ കാലം അല്ലെ. ഗ്രാമീണ കഥകളാണ്, പണക്കാരില്ല അതില്. പക്ഷെ പിന്നീട് പ്രൈവറ്റ് ചാനലുകൾ വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ അത് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളല്ല. അപ്പൊ ഞാൻ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നു. ഞാൻ അതിന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ എനിക്ക് സീരിയൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഞാൻ ഭയങ്കര മറ്റൊന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഇവരൊക്കെ കൂടിയാണ് ഇതിങ്ങനെ ആക്കിയത്. അല്ല, മനു പക്ഷെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു ആർട്ടിസ്റ്റ് പുറത്തുള്ളവർക്ക് പറയാം, മനു പറയുമ്പോ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കും. ഇപ്പൊ മത്സരമാണ് ശരിക്കും. ഇപ്പൊ ആരുടെ ഓർണമെന്റ്സ് നന്നായിരിക്കണം, ആരുടെ മറ്റയാളുടെ ഓർണമെന്റ്സ് കാണുമ്പോഴേക്കും അടുത്ത ആർട്ടിസ്റ്റ് ഞാൻ വേറൊരു ഓർണമെന്റ് ഇറക്കും. അങ്ങനത്തെ മത്സരമൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോ നമ്മുടെ ഇൻസ്റ്റ വന്നതോടുകൂടി ഉണ്ടല്ലോ ഒരുപാട് കൊളാബറേഷൻ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഇപ്പൊ കുറെ കൊളാബറേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കൂടെ നമുക്ക് അതും കൂടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് തരുമ്പോ അതും കൂടെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ്. ആണുങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഭാഗ്യവാന്മാർ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഏത് പണക്കാരനായാലും ഞങ്ങൾ ഒന്നുമില്ല ജുബയും ഉണ്ട്, അല്ലെങ്കിൽ ഷർട്ടും വേണം. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ടീഷർട്ടും മുണ്ടും ഓർണമെന്റ്സും ഇല്ല. ഏറ്റവും ഭാഗ്യമാര് ഞങ്ങളാ. ഞങ്ങൾക്ക് ഡ്രസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മതി. ഇവർക്ക് അങ്ങനെയല്ല, ഇതൊക്കെ മാറ്റി പിന്നെ ചിലപ്പോ അടുത്ത് കഴിഞ്ഞതിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതിന്റെ കമ്മല് മാറ്റണം,
അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ഇപ്പൊ ഒരു സീൻ ഇപ്പൊ ഡയറക്ടർ പറയാണ് ഇന്നലത്തെ സീൻ കുറച്ച് ശരിയായില്ല, നമുക്ക് ഒന്നും കൂടി റീഷൂട്ട് ചെയ്യുന്ന പറയുമ്പോ പിന്നെ നമ്മളെ കണ്ടിന്യൂറ്റി ചിലപ്പോ ഒരാഴ്ചയൊക്കെ നിൽക്കും. ഒരാഴ്ച. അപ്പൊ ആ കല്യാണം കണ്ടിട്ടില്ലേ, കല്യാണം ചിലപ്പോ 1 വീക്കൊക്കെ ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആ സെയിം സാധനം നമ്മൾ എന്നും രാവിലെ അതിട്ട് ഒരു ഡ്രസ്സൊക്കെ ചിലപ്പോ ഇട്ടിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഭയങ്കര പാടാ നമുക്ക്. ചിലപ്പോ ഇത്രയും ഒരു ഡ്രസ്സ് നമ്മൾ വലിയ ഹെവി സാധനം ചെയ്തിട്ട് അപ്പൊ തന്നെ പറയും വേറൊരു സീൻ ചേഞ്ച് ചെയ്ത് നമുക്ക് ഔട്ട്ഡോർ എടുക്കാണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ ഉടനെ ഒന്ന് പറയും മറ്റേ നേരത്തെ ഇട്ടില്ലേ അത് ഫുൾ ചെയ്യാൻ പറയും. നമ്മളുണ്ടല്ലോ ചില സമയത്ത് നമ്മള് എനിക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോ ഒരു ബാഗ് മതി, നമുക്ക് 4 ബാഗ് ഡ്രസ്. സ്ത്രീകളുടെ ഡ്രസ്സ് തന്നെ ആലോചിക്കണം, സാരി, ബ്ലൗസ്. ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്നത്, നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ലാലേട്ടൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി, യോദ്ധ സിനിമയില് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള രീതിക്ക് അന്നത്തെ ലാലേട്ടനോട് വർക്ക് ചെയ്യുന്ന ഒരു മൊമെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞ പുതുമുഖം വന്നിട്ടേ ഉള്ളൂ, 1-2 പടങ്ങളായിട്ടുള്ളൂ. വളയും ഇത് ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അനിയത്തി എന്ന് വെച്ചാൽ അടുത്തിങ്ങനെ നിൽക്കാൻ പോലും ഭയം. എന്ന് വെച്ചാൽ അവര് വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഒരു സീനിലൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനിൽ അനിയത്തിയല്ലേ, ഭയങ്കര അടുപ്പമുള്ള അനിയത്തിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഡയറക്ടർ അപ്പൊ എന്നോട് പറയുന്നുണ്ട് അടുത്തിങ്ങനെ ചേട്ടന്റെ അടുത്തിങ്ങനെ നിന്നിട്ട് അതിന്റെ അകത്തുനിന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടൊക്കെ സംസാരിക്കണമെന്നൊക്കെ. എനിക്ക് ലാലേട്ടൻ കഴിക്കണേന്നൊക്കെ എടുക്കാനൊക്കെ പേടി. ഇങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞാനിങ്ങനെ നിൽക്കണം. അപ്പൊ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞതല്ലേ എടുത്തേക്ക. അപ്പൊ ഞാൻ വന്ന് ഇത് ക്യാരക്ടർ അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യോ? ലാലേട്ടൻ ഭയങ്കര നമ്മളെ ഫ്രീ ആക്കണം, ഞാൻ ഒന്നും പറയില്ല. ശരി ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് ആ സീനിൽ. അപ്പൊ പുള്ളി നമ്മള് ഭയങ്കര ഫ്രീ ആക്കാം. അയ്യോ ഭയങ്കര നല്ലതേ. മനു അഭിനയിച്ചപ്പോഴും ഉണ്ടല്ലോ നമ്മളെ പേടിപ്പിക്കില്ല. നമ്മളിങ്ങനെ എങ്ങനെയാണ് അയ്യോ ഭയങ്കര പാവല്ലേ, ലാലേട്ടൻ ആകെ ഇങ്ങനെ ഈ ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ ലാലേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് പോണത്. കാരണം പുള്ളിക്ക് എപ്പോഴും ഭയങ്കര ഭയമാണത്. കാരണം ഈ ആളുകളുടെ എന്താണെന്ന് അറിയില്ലല്ലോ. അതെ അറിയത്തില്ല. അതെ എന്നുവെച്ചാൽ പെട്ടെന്ന് കയറി ഇപ്പൊ കണ്ട ലാലേട്ടൻ നാളെ പോയപ്പോ മൈക്ക് പുള്ളിയുടെ കണി എന്താ മോനെ ഇത്, അത് നല്ല ഫൺ രീതിക്ക് നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ പുള്ളിക്ക് എപ്പോഴും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വലിയ ഇടി വരും. ഇടിയല്ല അറ്റാക്ക് വരുന്നൊരു അതിനെ പുള്ളി ഈ ആൾക്കൂട്ടത്തിൽ പോകുമ്പോ പുള്ളിയുടെ മുഖത്ത് ഭയങ്കര. അതേസമയം ഒരു സെറ്റിൽ വരുന്ന ലാലേട്ടന്റെ ഫേസ് വേറെയാണ്. സെറ്റിൽ വരുമ്പോ നമ്മളൊരു ഫാമിലിയിൽ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെയൊക്കെ വിഷ് ചെയ്യും. ദൂരെ കാണുമ്പോ ഞാൻ മിസ്റ്റർ ഫോർഡിന്റെ ഷൂട്ടിങ്ങിനപ്പോ ഞാൻ അറ്റത്ത് നിൽക്കായിരുന്നു. അറ്റത്ത് എന്തോ ഒരു എന്ത് ചായ കുടിച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ വലിയൊരു ഹോളായിരുന്നേ, തൃപ്പൂണിത്തുറ ഒരു വലിയ കോവിലകമായിരുന്നു. അപ്പോൾ അറ്റത്തിൽ ലാലേട്ടൻ ഇങ്ങനെ വന്നപ്പോൾ അവിടെ കുറേ പേരോടൊക്കെ സംസാരിക്കേണ്ട ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നടന്നു വരണ്ടേ, അപ്പോഴേക്കും ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് ഞാൻ പറഞ്ഞ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഒരു കൃഷ്ണനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അമ്മ സുഖമായിട്ട്. അമ്മയായിട്ട് ഭയങ്കര അടുപ്പാണ് മനുവേ. ഞങ്ങളിപ്പോ അമ്മ സുഖമില്ലാണ്ടിരുന്നപ്പോ ഞങ്ങള് പോയി കാണാൻ പോയി അമ്മ ഹോസ്പിറ്റലില്. കാണാൻ പറ്റില്ല, അമ്മ ICU ലാലേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മനു കൊണ്ടുപോയിട്ട് മനുവിന്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുവന്നിരുന്ന ഒരു കുഞ്ഞു കൃഷ്ണനുണ്ട്. അത് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പറഞ്ഞു വെക്കണം എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തത്. എന്നിട്ട് പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ ഉണ്ട് കേട്ടോ. പിന്നെയും കുറെ 2-3 വർഷം കഴിഞ്ഞ ശേഷം ഈ സംഭവം മിസ്റ്റർ ഫ്രോഡ് ചെയ്യണത് 2 വർഷം കൊണ്ടായി. അപ്പൊ അവിടെ നിന്നൊരു പുള്ളി ഈ ഇങ്ങനെ അടിച്ചിട്ടേ കുഞ്ഞി കൃഷ്ണൻ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊക്കെ ഫസ്റ്റ് ചെല്ലുമ്പോ എന്റെ അമ്മയൊക്കെ ഭയങ്കര പേടിയാണല്ലോ. അമ്മ കമ്മച്ചി ലാലേട്ടൻ കാണുമ്പോ തന്നെ ഓടി ഇങ്ങനെ. അപ്പൊ അമ്മ അവിടെ ഇരിക്കമ്മ അവിടെ ഇരുന്ന് എന്ന് വെച്ചാ എല്ലാവരെയും ഭയങ്കര കംഫർട്ട് ആക്കിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര നമുക്ക് പറയുന്ന മമ്മൂക്കയും നമ്മളെല്ലാവരും വരുമ്പോൾ ഒരു ഭയത്തോടെ ഇങ്ങനെ നിൽക്കും. മമ്മൂക്ക എങ്ങനെയാണ്, പക്ഷെ മമ്മൂക്കയുടെ പെട്ടെന്നായിരിക്കും റിയാക്ഷൻസ്. മമ്മൂക്ക ചിലപ്പോൾ കോമഡി സ്റ്റൈലിലൊക്കെ നമ്മളെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. നമ്മളിങ്ങനെ മമ്മൂക്ക വരുമ്പോ മമ്മൂക്ക അങ്ങോട്ട് കയറി പറയാൻ നമുക്കൊരു ഗുഡ് മോർണിംഗ് നിൽക്കാന്നൊക്കെ പറയാൻ നമുക്കൊരു ഭയമുള്ളൂ. അപ്പൊ മമ്മൂക്ക ചിരിക്കുമ്പോ നമസ്കാരം അങ്ങനെ പറയാലോ. അപ്പൊ അതിനുവേണ്ടി മമ്മൂക്ക നോക്കുമോ എന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും മമ്മൂക്ക നോക്കാതെ ഇങ്ങനെ വന്നിട്ടേക്ക് പെട്ടെന്ന് തിരിഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക മമ്മൂക്ക, ഞാൻ പേടിച്ചിങ്ങനെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ അവിടെ നിന്ന് മമ്മൂക്ക എന്നിട്ട് നമസ്കാരം അങ്ങനെയൊക്കെ ചില ജോളി ടൈപ്പ്. തമാശ എന്താന്ന് വെച്ചാല് മമ്മൂക്ക കമ്മത്താങ്കമ്മത്തിൽ ഞാൻ അഭിനയിക്കുമ്പോ ചെറുപുഷ്പ സ്റ്റുഡിയോയിൽ മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം മമ്മൂക്കയുടെ മൂഡ് ശരിയല്ലായിരുന്നു. അതായിരിക്കും രാവിലെ വന്നപ്പോ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു.
അപ്പൊ എന്നെ കാണുകയും ചെയ്ത് പുള്ളി ഇങ്ങനെ പോയിട്ട് ഞാനാകെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് വേദന വരുന്ന ആളാ. കാരണം എനിക്ക് മമ്മൂക്കൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ വൈകുന്നേരം മമ്മൂക്കൊക്കെ മെസ്സേജ് ഇട്ട് എനിക്ക് നന്നായിട്ട് വേദന എടുത്തു മമ്മൂക്ക. ഞാൻ ഭയങ്കരമായിട്ട് എന്റെ മനസ്സ് തളർന്നു പോയി, തകർന്നു പോയി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഒരു വേറൊന്നുമില്ല, മമ്മൂക്ക ഭയങ്കര നോക്കിയിട്ട് ഒരു ചിരി പോലും ചിരിക്കാണ്ട് പോയി. ഭയങ്കര സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞ് മറുപടി ഒന്നുമില്ല. അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോ ഞാനപ്പോ എന്ത് ചെയ്ത ഞാനൊത്തിരി ചാടയില്ല, അല്ല ഞാനൊത്തിരി മാറിയിക്ക. പുള്ളിയുടെ വണ്ടി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇത്തിരി ദൂരെ മാറിയിരുന്നു. മമ്മൂക്ക വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് സെറ്റിലൊക്കെ എല്ലാവരും പറയും മമ്മൂക്ക വന്നുകൊണ്ടിരിക്കുന്നു, 10 മിനിറ്റ് 5 മിനിറ്റ്. ഞാൻ എന്ത് ചെയ്ത് കുറച്ചും ദൂരെ മാറിക്കണ്ടോ, ഒരു മുളയൊക്കെ ഉണ്ട്, അതിന്റെ സൈഡിൽ പോയി ഇങ്ങനെ നിന്നു. മമ്മൂക്ക എന്നെ കാണണ്ട. അപ്പൊ മമ്മൂക്ക അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വർത്താനത്തിനിടയ്ക്ക് എന്നെ ഇങ്ങനെ കണ്ടു. അവിടെ നിന്ന് നടന്നിങ്ങനെ വന്നിട്ട് ഗുഡ് മോർണിംഗ് ഓക്കെ അത് മാത്രം മതി. ചിരിച്ചോണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് കെട്ടിയിട്ടേ ഞാനെന്താ പറയേണ്ടത്. അങ്ങനത്തെ തമാശകളും അങ്ങനത്തെ കുസൃതികളാണ് ഈ സൂപ്പർ താരങ്ങൾ. സൂപ്പർ താരങ്ങൾക്ക്. ഓക്കെ,